Good morning, everyone. Today we are going to learn 9th Standard History, Chapter 9, നല്ല നാളേക്കായി എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് സമൂഹത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മൾ നേരിടുന്നു എന്നാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പകുതി വരെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ ഈ ദിവസം ഇന്ന് നമുക്ക് ഏതാണ് പഠിക്കേണ്ടത്? നമ്മുടെ തൊഴിലില്ലായ്മയെ കുറിച്ചാണ് അല്ലേ? അപ്പോൾ എന്താണ് തൊഴിലില്ലായ്മ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ തന്നെ ഉണ്ടല്ലേ എന്താണ് തൊഴിലില്ലായ്മ? അതായത് ഒരുപാട് പേര് പഠിച്ചവര് ഒരുപാട് കുട്ടികൾ ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അവർക്കൊന്നും ജോലിയില്ലാതെ നിൽക്കുന്ന ഒരു സമ്പ്രദായം നമ്മൾ കാണുന്നു അല്ലേ? അപ്പൊ ചില കുട്ടികൾ എന്ത് ചെയ്യും? എന്ത് ജോലിയും ചെയ്യാൻ വേണ്ടി പ്രാപ്തരാകും. ചിലരെന്ത് ചെയ്യും? എന്ത് ജോലിയും ചെയ്യാൻ പ്രാപ്തരാവാതിരിക്കുകയും അപ്പൊ അവരുടെ വീട്ടിൽ എന്തുണ്ടാവും? അതായത് ക്യാഷിനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുന്നവരായിരിക്കും. അതുപോലെ അവർക്ക് ദാരിദ്ര്യം ഉണ്ടാകും, പട്ടിണി ഉണ്ടാകും. ഇതൊക്കെയാണ് നമ്മുടെ സമൂഹം നേരിടുന്ന വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് തൊഴിലില്ലായ്മ. അപ്പൊ നമുക്കറിയാം അന്യദേശത്ത് നിന്ന് ഒരുപാട് ആളുകൾ കേരളത്തിൽ ജോലി തേടി വരുന്നുണ്ട്. കേരളത്തിലുള്ള ആളുകൾ വിദേശങ്ങളിൽ ഒരുപാട് ജോലിക്ക് വേണ്ടിയിട്ട് പോകുന്നവരുണ്ട്. അപ്പൊ അതൊക്കെയാണ് തൊഴിലില്ലായ്മ കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത പാർപ്പിട പ്രശ്നം എന്ന് പറയുന്നത് നമുക്കറിയാം. ഒരുപാട് പേർക്ക് വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അല്ലേ നമ്മുടെ നാട്ടിൽ. അതായത് പാർപ്പിടമില്ലായ്മ ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ്. ഒരു വ്യക്തിക്കും കുടുംബത്തിന് സംരക്ഷണം നൽകാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പാർപ്പിടമാണ്. അതൊരു പൗരന്റെ അവകാശമാണ്. ഓരോരുത്തർക്കും സുരക്ഷിതത്വം ഉറപ്പ് വരുത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പാർപ്പിടം ആവശ്യമാണ്. അപ്പൊ എന്ത് ചെയ്യണം? ആ പാർപ്പിടം ചിലപ്പോ വെള്ളപ്പൊക്കത്തിലായിരിക്കാം. നമുക്കറിയാം ഇപ്പൊ വയനാടൊക്കെ ഒരുപാട് ദുരന്തം ഉണ്ടായി. അങ്ങനെ മഴവെള്ളത്തിൽ ഒലിച്ചുപോയി. അങ്ങനെ ഒന്നും ഒരു പാർപ്പിടവും ഇല്ലാതെ നിൽക്കുന്ന ഒരവസ്ഥകൾ കാണും. അതുപോലെ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഗവൺമെന്റ് ഒരുപാട് ആളുകൾക്ക് വീട് ഭവന പദ്ധതി ചെയ്തു കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ഇപ്പൊ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ എല്ലാവർക്കും കിട്ടിയെന്ന് വരത്തില്ല. ചില ആൾക്കാർക്കെങ്കിലും അത് കിട്ടാതെ വരുന്നുണ്ട്. അതാണ് പാർപ്പിടമില്ലായ്മ എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? വൃദ്ധജനങ്ങളുടെ അനാഥത്വം. അതായത് മാതാപിതാക്കൾ നല്ലപോലെ കുട്ടികളെയൊക്കെ പഠിപ്പിച്ച് വലുതാക്കി. ചിലപ്പോൾ കുട്ടികൾ എവിടെ പോകും? വിദേശത്ത് ജോലി തേടി പോവുകയും പിന്നെ അവരെന്ത് ചെയ്യും? വിദേശം വിട്ട് സ്വദേശത്ത് വരാതെ ആവുകയും അച്ഛനും അമ്മയും നോക്കാൻ ആളുകൾ ഇല്ലാതാവുകയും അതുപോലെ അവരെ ആകെ ഒറ്റപ്പെട്ട് എന്ത് വരും? അവർക്ക് പരിഗണന കിട്ടില്ല, പരിചരണം കിട്ടത്തില്ല. അങ്ങനെ ആകെ ഒരു അനാഥത്വത്തിനും അതുപോലെ സ്നേഹമില്ലായ്മ, അംഗീകാരമില്ലായ്മ, ഒറ്റപ്പെടൽ, അനിശ്ചിതത്വ ബോധം, സാമ്പത്തിക പ്രതിസന്ധി, അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ, മാനസിക പിരിമുറുക്കം, ഇതെല്ലാത്തിലും അവരെന്ത് ചെയ്യുന്നു? വൃദ്ധരെ ഒരുപാട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇവരുടെ ആന്തരിക സംഘർഷങ്ങൾ എന്ത് ചെയ്യും? വർദ്ധിക്കുന്നു. അതുപോലെ അനാഥത്വം എന്ത് ചെയ്യുന്നു? പൊതു പ്രശ്നമായിട്ട് ഇനിയിപ്പോ വളരുകയാണ്. മിക്കവാറും വീടുകളിൽ നമ്മൾ നോക്കിയാൽ നമുക്കറിയാം അച്ഛനും അമ്മയും ചിലപ്പോൾ തനിച്ചായിരിക്കും. ചിലരെന്ത് ചെയ്യും? വിദേശത്താണെങ്കിൽ അച്ഛനും അമ്മയും വൃദ്ധസദനങ്ങളിൽ കൊണ്ടാക്കുകയാണ് പതിവ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് കേസുകൾ നമ്മളെ നാട്ടിലുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ എപ്പോഴും നമ്മുടെ മാതാപിതാക്കളെ നല്ലപോലെ നോക്കുകയാണെങ്കിൽ നമ്മളെ ഭാവിയിൽ നമ്മുടെ മക്കളും നമ്മളെ നല്ല രീതിയിൽ നോക്കും അല്ലെ? നമ്മളെ കണ്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത്. അപ്പൊ ഓരോ ജനറേഷനും നമ്മൾ എന്താണോ കാണിക്കുന്നത് അതുപോലെയാണ് അവരും കാണിക്കുന്നത്. അപ്പൊ നമ്മൾ നല്ലവരായിട്ടിരുന്ന അവരും അതേ പാത തന്നെ പിന്തുടരും. അത് മാത്രം ഓർത്ത് വെക്കുക. പിന്നെ ഒന്ന് ലോക വൃദ്ധ ദിനം എന്നാണെന്ന് ഓർത്ത് വെക്കുക. എന്നാണ്? ഒക്ടോബർ 1. ചിലപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ലോക വൃദ്ധ ദിനം എന്നാണ്? ഒക്ടോബർ 1. ഓക്കെ. അപ്പോ അത് കഴിഞ്ഞിട്ട് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ എന്താണെന്ന് നോക്കാം. അതായത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം എന്ന് പറയുമ്പോൾ വലിയൊരു പ്രശ്നം തന്നെയാണ് സ്ത്രീകൾക്കെതിരെ ഉള്ള അതിക്രമം. അത് സ്ത്രീ ആണെന്ന് പറഞ്ഞ് ഒരു കൺസിഡറേഷൻ കിട്ടാത്ത ഒരുപാട് മേഖലകളുണ്ട് അല്ലേ? അതായത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിക്കലുണ്ട്. ചിലപ്പോൾ ഒരേ ജോലിക്ക് തന്നെ വ്യത്യസ്ത വേതനം കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. കഴിവ് തെളിയിക്കാനുള്ള അവസരങ്ങൾ നിഷേധിക്കുന്നവരുണ്ട്. പൊതുരംഗത്ത് നിന്ന് മാറ്റി നിർത്തലുണ്ട്. ഇതൊക്കെയാണ് ഇതെന്ന് പറയുന്നത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം. ഇപ്പൊ നമുക്കറിയാം സ്കൂളുകളിലെ കുട്ടികൾ വരെ ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ള കംപ്ലൈന്റ് ന്യൂസിലൊക്കെ നമ്മൾ സ്ഥിരം കാണാറുണ്ട്. അപ്പോൾ ഈ ലഹരി ഉപയോഗിക്കുന്നതോടൊപ്പം എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? ലഹരി ഉപയോഗിക്കുന്നവർ, അതായത് മദ്യമായാലും മയക്കുമരുന്നാണെങ്കിലും പുകവലിയാണെങ്കിലും ഇതെല്ലാം കുട്ടികളെ ആയാലും മുതിർന്നവരെ ആയാലും ഒരുപാട് ബാധിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ തന്നെ ശിഥിലമാകാനും അതുപോലെ തന്നെ സാമൂഹികമായി ഈ വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ ഒറ്റപ്പെടുകയും ലഹരിയുടെ ഉപയോഗം കാരണമാകുന്നുണ്ട്. അപ്പോൾ എന്താണ് ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ദൂഷ്യഫലങ്ങൾ എന്തെന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതായത് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ആത്മഹത്യ, അപകട മരണം എന്നിവയ്ക്ക് കാരണമാകുന്നു. കുടുംബ പ്രശ്നം, സാമ്പത്തിക പ്രതിസന്ധി എന്നിവയ്ക്ക് കാരണമാകുന്നു. ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാകുന്നു. ഇതെല്ലാം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം വ്യക്തിയെ മാത്രമല്ല ഒരു സമൂഹത്തെ തന്നെ ബാധിക്കുന്നു എന്ന് ഓർത്തു വെക്കുക. അടുത്ത അതുപോലെ തന്നെയാണ് കൗമാര കുറ്റകൃത്യങ്ങൾ. എന്താണ് കൗമാര കുറ്റകൃത്യങ്ങൾ? അതായത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെയാണ് കൗമാര കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നത്. ഇവർ കൗമാര കുറ്റാരോപിതർ അല്ലെങ്കിൽ എന്താണ്? ജുവനൈൽ ഒഫൻഡേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. അതൊന്ന്
നോട്ട് ചെയ്യുക. ഓക്കെ. അതുപോലെ തന്നെ ചെറുപ്രായത്തിൽ തന്നെ ഇപ്പോഴുള്ള കുട്ടികൾ കുറ്റവാളികളായി തീരുന്നുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ ഒരു സിനിമ ഇടയ്ക്കല്ല, ഒരു 2-3 വർഷം മുന്നേ ഒക്കെ ഇറങ്ങിയ ഫിലിമായിരിക്കും ജോർജ് ജയറാമിന്റെ സിനിമ. അപ്പോൾ ആ സിനിമ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അല്ലെ. അപ്പോൾ എന്തൊക്കെയാണ് നമുക്കറിയാം, ഒരു കുട്ടിയുടെ വളർച്ച ഫസ്റ്റ് എവിടെയാണ്? അവന്റെ കുടുംബത്തിൽ തന്നെയാണ്. കുടുംബത്തിൽ നിന്നാണ് കുട്ടികളെല്ലാം മനസ്സിലാക്കുന്നത്. പിന്നെയാണ് നമ്മൾ സമൂഹമായിട്ട് മിങ്കിൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ കുടുംബ ബന്ധങ്ങളിലെ ശിഥിലീകരണം ആവാം, ലഹരിയുടെ ഉപയോഗം ആവാം, ദൃശ്യമാധ്യമങ്ങളുടെ ദുരുപയോഗം ആവാം, സാമൂഹിക മൂല്യങ്ങളുടെ തകർച്ചയാവാം. ഇതെല്ലാം ഒരു കുട്ടിയെ കുറ്റവാസന വളർത്തുന്നു എന്ന് ഓർത്തു വെക്കുക. ഇതിനുവേണ്ടി നമുക്ക് എന്തെല്ലാം കൊടുക്കാം? കുറ്റവാസന ഇല്ലാതാക്കാൻ വേണ്ടി സ്കൂളുകളിൽ വിടാം, കുട്ടികളെ വിട്ട് പഠിപ്പിക്കാം, പോലീസ് സംവിധാനം നൽകാം, ബോധവൽക്കരണം കൊടുക്കാം, പിന്തുണാ സംവിധാനം കൊടുക്കാം, സാമൂഹിക പ്രവർത്തനം. അതുപോലെ ഇതെല്ലാം കുട്ടികളുടെ കുറ്റവാസന തടയാൻ വേണ്ടി സഹായിക്കുന്നു. അപ്പോ എന്താണ് ജുവനൈൽ കോടതി എന്ന് പറയുന്നത്? അതായത് കൗമാരക്കാരുടെ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട സംവിധാനമാണ് ജുവനൈൽ കോടതി. അതായത് മറ്റു കോടതികളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് വിഭിന്നമാണ് ഈ കോടതി എന്ന് ഓർത്തു വെക്കുക. എന്താണ് ചൈൽഡ് ലൈൻ എന്ന് പറയുന്നത്? ചൈൽഡ് ലൈൻ ഫസ്റ്റ് സ്ഥാപിച്ചത് എവിടെയാണ്? നമ്മുടെ ജീറോ ബില്ലി മോറിയാണ്. ഇവിടെ 1996 ബോംബെയിലാണ് ചൈൽഡ് ലൈൻ ഫസ്റ്റ് സ്ഥാപിച്ചത്. പിന്നെ ഈ പ്രവർത്തനം രാജ്യവ്യാപകമാക്കി. എന്നിട്ട് ഇപ്പോൾ ടോൾ ഫ്രീ നമ്പർ ഉണ്ട് 1098. ഏത് സമയത്തും ഈ ചൈൽഡ് ഹെൽപ്പ് ലൈൻ ഉണ്ട്. അതായത് കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും കണ്ടെത്തി അവരെ സഹായിക്കാനും സംരക്ഷിക്കാനുമാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് ചൈൽഡ് ലൈൻ എന്ന് പറയുന്നത്. ഇത് ഓർത്തു വെക്കുക. പിന്നെ ഇത് കൂടാതെ ഉള്ളതാണ് ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക് എന്ന് പറയുന്നത്. അതായത് കുട്ടികളിലെ പ്രശ്നങ്ങൾ കണ്ടെത്താനും വിശകലനം ചെയ്യാനുമുള്ള സംവിധാനമാണ് ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക് എന്ന് പറയുന്നത്. അതുപോലെ കൗൺസിലിംഗ് സെന്ററുകളുണ്ട്. അതായത് കുട്ടികളുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അവർ നൽകി കുട്ടികളുടെ പെരുമാറ്റം നല്ല രീതിയിലാക്കും. അതാണ് കൗൺസിലിംഗ് സെന്ററുകളുടെ കടമ. അതുപോലെ തന്നെ സൈബർ കുറ്റകൃത്യങ്ങൾ എന്താണെന്ന് നോക്കാം. അതായത് ഇപ്പൊ നമുക്കറിയാം, വിവര സാങ്കേതിക രംഗത്തൊക്കെ വലിയ മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇന്റർനെറ്റ് സൗകര്യം നേരിട്ടോ അല്ലാതെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം ഇപ്പൊ എല്ലാവരുടെ കയ്യിലും എന്തുണ്ട്? കമ്പ്യൂട്ടർ ഉണ്ട്. ഒന്നുമില്ലെങ്കിൽ മൊബൈൽ ഫോണെങ്കിൽ അറ്റ്ലീസ്റ്റ് കാണും. ടാബുകൾ, TV തുടങ്ങിയ ഇലക്ട്രോണിക് മാധ്യമങ്ങളാണ് വിവരശേഖരണത്തിന് അതുപോലെ തന്നെ വിനോദത്തിനുമായി ഉപയോഗപ്പെടുത്തുന്നത്. അതുപോലെ പൊതുജനങ്ങളിൽ ചിലർ എന്ത് ചെയ്യും? ഈ വിവര സാങ്കേതിക വിദ്യകൾ എന്ത് ചെയ്യുന്നു? ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിവര സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള കുറ്റകൃത്യങ്ങളുടെ എണ്ണം ഒരുപാട് വർദ്ധിച്ചു വരികയാണ്. നമുക്ക് ന്യൂസിൽ നോക്കുമ്പോൾ അറിയാം അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ സാമൂഹിക മാധ്യമങ്ങൾ വ്യക്തികളുടെ സാമൂഹിക ജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വിവര സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഈ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേക സംവിധാനമായിട്ടാണ് സൈബർ സെൽ പ്രവർത്തിക്കുന്നത് എന്ന് ഓർത്തു വെക്കുക. അടുത്തത് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ. എന്താണ് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ? അത് ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നാടിന്റെ സമ്പത്തായിരുന്നു പണ്ടൊക്കെ കുട്ടികൾ എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ എങ്ങനെയാണ്? ഇപ്പൊ കുട്ടികളെ പുറത്ത് വിടാൻ തന്നെ എല്ലാവർക്കും പേടിയാണ്. അപ്പൊ അവർക്ക് ഭക്ഷണം, വിദ്യാഭ്യാസം, പരിഗണന, സ്നേഹം തുടങ്ങിയവ ലഭ്യമാക്കേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് അല്ലെ. അപ്പൊ ഈ സമൂഹത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ് നമ്മുടെ ഈ ഒരു കാലം എന്ന് പറയുന്നത്. അതായത് നമ്മളെ കുട്ടികളെ ഇങ്ങനെ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ നമ്മുടെ രാഷ്ട്രത്തിനും ഭാവിക്കും തന്നെ എന്താണ്? ദോഷകരമാണ്. അതുപോലെ കുട്ടികൾക്കെതിരെ നിരവധി അതിക്രമങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഇമേജസ് കൊടുത്തിട്ടുണ്ട്. അതായത് ബാലവേല ചെയ്യിക്കുന്നു, ശൈശവ വിവാഹം, അതുപോലെ ഭിക്ഷയ്ക്ക് കുട്ടികളെ പറഞ്ഞു വിടുന്നു. ഇതെല്ലാം എന്താണ്? കുട്ടികളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ സാമൂഹിക പ്രശ്നങ്ങളെല്ലാം തന്നെ എന്താണ്? പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. അതായത് പൊതു സ്വഭാവങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്നത് എല്ലാവരെയും ബാധിക്കുന്ന കേസാണ് അല്ലേ. അതുപോലെ തന്നെ കാലത്തിനനുസരിച്ച് സാമൂഹിക പ്രശ്നങ്ങൾക്ക് എന്ത് ചെയ്യും? മാറ്റം സംഭവിക്കും. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? നല്ലൊരു നാളേക്ക് അല്ലെങ്കിൽ നല്ലൊരു സമൂഹം വാർത്തെടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ നമുക്ക് നല്ലൊരു നാളെ വാർത്തെടുക്കാം എന്നാണ് ഈ ചാപ്റ്ററിന്റെ മോറൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? സാമൂഹിക പ്രശ്നങ്ങൾ, പരിഹാരങ്ങൾ. അതിലൊന്ന് ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, പാർപ്പിട പ്രശ്നം, വൃദ്ധജനങ്ങളുടെ അനാഥത്വം, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, കൗമാര കുറ്റകൃത്യങ്ങൾ, സൈബർ കുറ്റകൃത്യങ്ങൾ, കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. Now let's wind up this section. Okay, if you like my channel, please like, share and subscribe. Okay, thank you. See you tomorrow. Okay.